ഹായ് എവ്രി വൺ, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 24,581 ഓപ്പൺ ചെയ്തതിന് ശേഷം 24,620 എന്നുള്ള ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവിടെ വിജയിച്ചില്ല. പിന്നീട് 24,583 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് വരികയാണ്ടത്. മൊത്തത്തിൽ ആ തുടങ്ങിയടുത്ത് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ അവിടെ US മാർക്കറ്റിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായത്. കാരണം ഏറ്റവും ഒടുവിലായിട്ട് ഓഗസ്റ്റ് 7 പുറത്തു വന്ന ജൂലൈ മാസത്തെ നോൺ ഫാം പേറോൾ ഡാറ്റ അമേരിക്കൻ എക്കണോമിയിൽ പ്രതീക്ഷ ഒരു വളർച്ചയ്ക്ക് പകരം 23,000 തൊഴിലുകൾ കുറയുകയാണ് ഉണ്ടായത്. അതായത് 80,000-85,000 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് പൊതുവെ മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ പ്രവചിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു തൊഴിൽ നഷ്ടമുണ്ടായത് US ഡോളറിലും ട്രഷറി ബോണ്ട് ഈൽഡിലും ഇടിവുണ്ടാകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ജോബ് ഡാറ്റ പ്രതീക്ഷിച്ചതിനേക്കാൾ മങ്ങുകയും മുൻമാസത്തിലെ കണക്കുകളേക്കാൾ താഴോട്ടേക്ക് തിരുത്തുകയും ചെയ്തതോടെ US ഫെഡ് റിസർവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവരെ സ്വാഭാവികമായിട്ട് പിന്തിരിപ്പിക്കും. അങ്ങനെ റേറ്റ് കട്ടിന് അവരെ പ്രേരിപ്പിക്കും എന്നും ഇൻവെസ്റ്റേഴ്സ് കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമി മോശമായിട്ടും മാർക്കറ്റ് വലിയ തോതിൽ ഡൗൺ ആകാതെ ഒരു ഫ്ലാറ്റിഷ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കാരണം ഈ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു താൽക്കാലികമായ ഒരു കുറവാണെന്നും വിലയിരുത്തപ്പെട്ടതുമൊക്കെ ഒരു ക്രാഷിൽ നിന്നും മാർക്കറ്റിനെ രക്ഷിച്ചതായിട്ട് കാണാം. അപ്പോൾ ബോണ്ട് ഈൽഡും ഡോളറും ദുർബലമായതോടെ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് തിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഗോൾഡിൻ്റെ റേറ്റ് വലിയ തോതിൽ ഉയർന്നത്. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $4,331 പെർ ഔൺസ് എന്ന ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. വമ്പിച്ച ഒരു തിരിച്ചുവരവാണ് ഗോൾഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസും ഇപ്പോൾ 85 അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ രീതിയിലുള്ള വളരെയധികം അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു ഗ്ലോബൽ ക്യൂസിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ജാഗ്രത പുലർത്തുന്നതായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് റിലയൻസ് ഇൻഡസ്ട്രീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ കഴിയും. അതായത് ഇറാഖിൽ നിന്നും 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വലിയ തുക വാടക നൽകിക്കൊണ്ട് സൂപ്പർ ടാങ്കർ ബുക്ക് ചെയ്ത ഒരു വാർത്തയാണത്. അപ്പോൾ അവിടെ 28 മുതൽ 25 മില്യൺ ഡോളർ, അതായത് 190-200 കോടി രൂപയുടെ ഒരു വാടകയാണ് ഈ സൂപ്പർ ടാങ്കറിന് നൽകുന്നത്. സാധാരണഗതിയിൽ 16 കോടിയൊക്കെ ചെലവ് വരുന്ന ആ സ്ഥാനത്താണ് 12 ഇരട്ടിയോളം ഇതിൻ്റെ വാടക വർദ്ധിച്ചത്. അപ്പോൾ റിലയൻസ് ഇറാഖിൽ നിന്നാണ് ഈ എണ്ണ വാങ്ങുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കേണ്ടത് ഹോർമസ് സ്ട്രേറ്റ് വഴിയാണ്. അപ്പോൾ ഈ റൂട്ടിലെ ആ ഒരു ആക്രമണ ഭീഷണികൾ കാരണം കപ്പലുകൾ സർവീസ് നടത്താൻ മടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഉയർന്ന റിസ്ക് പ്രീമിയം ഷിപ്പുകൾ ഈടാക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ തുക നൽകിയിട്ട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് റിലയൻസിന് ഇത് ലാഭകരമായിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അവിടെയാണ് ഈ സുരക്ഷാ ഭീഷണികൾ കാരണം എണ്ണ വാങ്ങാൻ ആളുകളെ ആകർഷിക്കുന്നതിനായിട്ട് ഇറാഖ് ഗവൺമെൻറ് ബാരലിന് 25-30 റേഞ്ചിലാണ് ഈ ഒരു ഓയിൽ നൽകുന്നത്. അപ്പോൾ 20 ലക്ഷം ബാരൽ എണ്ണ വാങ്ങുമ്പോൾ $25-30 ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 50 മുതൽ 60 മില്യൺ ഡോളർ വരെ ലാഭിക്കാൻ റിലയൻസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 23-25 മില്യൺ ഡോളർ വാടകയായിട്ട് നൽകിയാലും റിലയൻസിന് പിന്നെയും കോടിക്കണക്കിന് ലാഭകരമായിട്ട് തന്നെയാണ് ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുക. അപ്പോൾ ഗുജറാത്തിലെ അവരുടെ ജാംനഗറിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ആ ഒരു സമുച്ചയം പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കുറഞ്ഞ ചിലവിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കാനുമാണ് റിലയൻസ് ഈ രീതിയിലുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് നടത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 46% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 49% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഡിക്ലൈൻ്റെ ആ ഒരു വലിയ തോതിലുള്ള ഒരു അന്തരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ നിഫ്റ്റി 50ൽ നല്ല ഗെയിൻ ഇന്നുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ, ടാറ്റ കൺസ്യൂമർ, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ഗ്രാസിം തുടങ്ങിയ സ്റ്റോക്കുകളാണ് മുന്നേറിയിട്ടുള്ളത്. അവിടെ ബജാജ് ഫിനാൻസിൽ ലാസ്റ്റ് ട്രേഡിങ്ങിന് ഉണ്ടായിട്ടുള്ള ഒരു ക്രാഷിന് ഒരു പകുതിയോളം റിക്കവർ ചെയ്യാൻ ബജാജ് ഫിനാൻസിന് സാധിച്ചു. അതുപോലെ ടൈറ്റാൻ്റെ തകർപ്പ റിസൾട്ടുകളും അതിനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50ലെ പ്രധാനപ്പെട്ട ലൂസേഴ്സ് കാണുകയാണെങ്കിൽ TCS, ഡോക്ടർ റെഡ്ഡി ലാബ്സ്, ITC, എറ്റേണൽ, SBI പോലെയുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ SBIയുടെ റിസൾട്ട് നല്ല രീതിയിലാണ് വന്നതെങ്കിലും ആ റിസൾട്ട് ഓൾറെഡി പ്രൈസിങ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ പവർ ഇന്ത്യ, പേടിഎം, സിർമ, SGS, അതുപോലെ സുമിത്മോ കെമിക്കൽസ്, BEML പോലെയുള്ള സ്റ്റോക്കുകളിൽ 5% മുതൽ 10% ഒരു റേഞ്ചിലുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും.
ഇപ്പോൾ ഇവിടെ സെക്ടർ വൈസ് നോക്കുമ്പോൾ PSU ബാങ്കുകളിലാണ് ഇന്ന് കാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും നന്നായി മുന്നേറിയ ഈ സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നിട്ടുണ്ട്. അവിടെ നിന്നും റിയൽറ്റി അതുപോലെ മിഡ് സ്മോൾ സെഗ്മെൻറ്റിലുള്ള ഫൈനാൻഷ്യൽ കമ്പനികളിലാണ് കാര്യമായ ബൈങ് ഇന്ന് നടന്നിട്ടുള്ളത്. കൂടാതെ ഇന്ന് നമ്മൾ FII DII ഡാറ്റ നോക്കുകയാണെങ്കിൽ FIIs വീണ്ടും ബൈയിങ് സൈഡിലേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ അവർ നെറ്റ് ബയേഴ്സ് ആകുന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം ഇതുവരെയുള്ള ഒരു ബൈയിങ് ഡാറ്റ നോക്കി കഴിഞ്ഞാൽ FIIs ഓവറോൾ നെറ്റ് ബൈയിങ് പൊസിഷനിൽ ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഓഗസ്റ്റ് 12 നടക്കാൻ പോകുന്ന MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൻ്റെ റീബാലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ്. അപ്പോൾ അവിടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ MSCIയുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ആയിട്ട് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളും ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളും സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ MSCIയുടെ ഈ ഒരു ഇൻഡെക്സ് വർഷത്തിൽ 4 തവണയാണ് പുനഃസംഘടിപ്പിക്കാറുള്ളത്. ഫെബ്രുവരി, മെയ്, ഓഗസ്റ്റ്, നവംബർ എന്നീ മാസങ്ങളിലാണ് ഈ ഒരു റിവ്യൂ നടക്കാറുള്ളത്. അപ്പോൾ MSCIയുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് 12 നടക്കാൻ പോകുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആഡ് ചെയ്യപ്പെടുക, ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള ജയം ഫൈനാൻഷ്യൽസ് ചില പ്രവചനങ്ങൾ നടത്തിയതായിട്ട് കാണാം. അപ്പോൾ അവിടെ പൊട്ടൻഷ്യലായിട്ടുള്ള ചില സ്റ്റോക്കുകളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ഇൻഡെക്സ് റീബാലൻസിങ് 12 മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഹൈ പ്രൊബാബിലിറ്റിയുള്ള അല്ലെങ്കിൽ ഉയർന്ന സാധ്യതയുള്ള 2 സ്റ്റോക്കുകൾ ജയം ഫൈനാൻഷ്യൽ പ്രവചിക്കുന്നത് ലോറസ് ലാബ്സും ബയോകോണുമാണ്. എന്നാൽ ഒരു മീഡിയം ലെവലിലുള്ള ഒരു പ്രൊബാബിലിറ്റി സാധ്യതകൾ പറയുന്നത് ആത്തർ എനർജി, സെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ അപ്പാർ ഇൻഡസ്ട്രീസ്, യൂനോമിൻഡ പോലെയുള്ള സ്റ്റോക്കുകൾക്കാണ് സാധ്യതകൾ കൽപ്പിക്കുന്നത്. വളരെ ചെറിയൊരു സാധ്യത മാത്രം പരിഗണിക്കാൻ കഴിയുന്ന സ്റ്റോക്കുകൾ കോഫോജ്, ഗ്ലൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, തെർമാക്സ്, മാക്സ് ഫൈനാൻഷ്യൽ സർവീസസ്, ഗ്രോ, അദാനി ഗ്രീൻ, അദാനി എനർജി പോലെയുള്ള സ്റ്റോക്കുകളാണ്. അവിടെ ഒഴിവാക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഒന്ന് SBI കാർഡ്, അല്ലെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, അതല്ലെങ്കിൽ ആസ്ട്രൽ ലിമിറ്റഡ് പോലെ ഏതെങ്കിലും ഒരു സ്റ്റോക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീബാലൻസിങ് നടക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഏകദേശം 26,000 മുതൽ 30,000 കോടി വരെയുള്ള ഒരു പാസീവ് വിദേശ നിക്ഷേപമായിരിക്കും വരാൻ പോവുക. കാരണം ഈ MSCI ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഗ്ലോബൽ ഫണ്ടുകളും ETFകളും ഒക്കെ ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫണ്ട് ഫ്ലോ നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതകളാണുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ലെവലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ചില വോളറ്റിലിറ്റി ഒക്കെ നമുക്ക് നാളെ പ്രതീക്ഷിക്കേണ്ടി വരും. ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,600, 24,700 എന്നുള്ള ഒരു റേഞ്ചിലാണ്. അതേസമയം ഹയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ വരുന്നത് 24,600, 24,500 ലെവലുകളിലാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ പുട്ട് കോൾ റേഷ്യോ നോക്കുമ്പോൾ 0.8 എന്നുള്ള ഒരു പുട്ട് കോൾ റേഷ്യോ ആണ് കാണുന്നത്. അത് 1-ൽ താഴെയാണ് നിൽക്കുന്നത്. അതായത് കോൾ റേറ്റേഴ്സ് ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരു ബിയറിഷ് ടു ന്യൂട്രൽ ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബിയേഴ്സിൻ്റെ ഒരു ആധിപത്യം നിലവിൽ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അതുപോലെ മാക്സ് പെയിൻ നമ്മൾ കാണുന്ന 24,600 എന്നുള്ള ലെവലാണ്. അപ്പോൾ എക്സ്പയറി ദിവസം ഓപ്ഷൻ സെല്ലേഴ്സ് ഏറ്റവും കുറഞ്ഞ നഷ്ടം വരുത്തുന്ന ഒരു ലെവൽ 24,600 ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത എപ്പോഴും നാളത്തെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ 24,600 മുകളിലേക്ക് കയറാൻ നിഫ്റ്റി ശ്രമിക്കുമ്പോൾ 24,600, 650 ലെവലുകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. താഴേക്ക് പോവുകയാണെങ്കിൽ 24,500, 24,520 റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.